പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കറിയാവുന്നതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിലറായിരുന്ന അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ അതിൽ വിവാദമൊന്നും ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ആത്മഹത്യയുടെ യഥാർത്ഥ കാരണം ഇനിയും കണ്ടെത്തണം. ആത്മഹത്യക്കുറിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ വിഷയത്തിൽ വലിയശാല ഫാം ടൂർ സൊസൈറ്റി സെക്രട്ടറിയുടേത് അടക്കം കൂടുതൽ ആളുകളുടെ മൊഴിയെടുക്കുന്നുണ്ട്. ഇന്ന് സൊസൈറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സഹകരണ വകുപ്പിൽ നിന്ന് ഓഡിറ്റ് റിപ്പോർട്ടും അന്വേഷണ സംഘം നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഞ്ജു ജയപ്രകാശാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നത്. അഞ്ജു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളായിരുന്നു. പ്രത്യേകിച്ച് അനിൽകുമാറിന്റെ ആത്മഹത്യാ കുറിപ്പിലെ പരാമർശങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്ന് അനിൽകുമാറിന്റെ ആത്മഹത്യാ കുറിപ്പിലുണ്ട്. എന്നാൽ അതിനെയൊക്കെ പൂർണ്ണമായും നിഷേധിക്കുകയായിരുന്നു സംസ്ഥാന ബി ജെ പി നേതൃത്വം, പ്രത്യേകിച്ച് ജില്ലയിലെ പ്രാദേശിക നേതാക്കൾ അടക്കമുള്ളവർ. അപ്പോൾ എങ്ങനെയാണ് അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ? ഇന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം? സേതു, ഈ അനിൽകുമാറിന്റെ ആത്മഹത്യക്കുറിപ്പിലാണ് ഇത്തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും ഈ ഫാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടായതും തന്നെ ആരും സഹായിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളും കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് തന്നെയാണ് പോലീസ് കൃത്യമായി പരിശോധിക്കുന്നത്. ആ ബാങ്കിൽ എന്ത് തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടാണ് നടന്നിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് വകുപ്പ് നൽകും പോലീസിന്. അത് സഹകരണ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഈ ഫാം സൊസൈറ്റിയിലെ വലിയശാല ഫാം സൊസൈറ്റിയിലെ സെക്രട്ടറിയെയാണ് മൊഴിയെടുക്കാൻ വേണ്ടി പോലീസ് വിളിച്ചു വരുത്തുന്നത്. അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഈ 9 ബോർഡ് മെമ്പർമാരാണ് ഈ സൊസൈറ്റിയിലുള്ളത്. മറ്റ് ബോർഡ് മെമ്പർമാരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടുംബവും ആവശ്യപ്പെട്ടത് ഈ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം എന്തെന്ന് കാരണം കണ്ടെത്തണം എന്നത് തന്നെയാണ്. അതുകൊണ്ട് അത് കേന്ദ്രീകരിച്ച് തന്നെയാകും അന്വേഷണം ഉണ്ടാവുക. മാത്രമല്ല, കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ കൂടി അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. ഈ സെക്രട്ടറി ആയിട്ടുള്ള നീലവിയുടെ മൊഴിയാണ് ഇന്ന് രേഖപ്പെടുത്തുക എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മാത്രമല്ല, അവരോട് ഈ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില രേഖകളും ഹാജരാക്കാൻ അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങളാണ് ഇന്നുണ്ടാകുക. എന്തായാലും സഹകരണ രജിസ്ട്രാർക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഉടൻ നൽകുമെന്നും സഹകരണ രജിസ്ട്രാർ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നീക്കുപോക്ക് നടക്കുന്നുണ്ട്. കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇത് വിശദമായി പരിശോധിക്കുകയും വിശദമായ മൊഴിയെടുപ്പിനായി തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. ശരി, ഓക്കെ. ശരി അഞ്ജു. ശരി, അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.